മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ എടുത്തു വന്നിരുന്നു കഴിഞ്ഞിട്ട് മാലതി പറയുന്നു, ബാലേന്ദ്രനൊരു കുടുംബം ഇല്ലേ? എനിക്കോ കുടുംബോ? ഞാൻ തന്നെ ഇല്ല ഇനി, എന്നിട്ടാണ് കുടുംബം. അങ്ങനെ പറയരുത് ബാലചന്ദ്ര. 22 വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയൊരു തെറ്റ് പറ്റി എന്നുള്ളത് സത്യം. ചെറിയ തെറ്റോ എന്ന് പറയും. അല്ല, വലിയ തെറ്റ് തന്നെ. ശരി, സമ്മതിച്ചു. പക്ഷേ ബാലചന്ദ്രൻ എൻ്റെ മനസ്സിൽ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാണ്. ബാലചന്ദ്രൻ അതൊന്നും മറന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രകാശം പരത്താൻ നിങ്ങൾക്കാവില്ലേ? എനിക്കാവില്ല. ഞാൻ അത്ര വലിയ മനസ്സുള്ള ആളൊന്നല്ല. ഞാൻ സാധാരണക്കാരനാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളാരുമല്ല ബാലചന്ദ്രനെ വൈദ്യരെ തലയിൽ കെട്ടി വെച്ചത്. ബാലേന്ദ്രൻ തന്നെ വൈജയനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വന്നത്. അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു നിങ്ങളായിട്ടുള്ള ബന്ധത്തിന്. അച്ഛന് മാത്രം നിങ്ങളോടൊരു ചെറിയ സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതാണല്ലേ നിങ്ങളുടെ സഹോദരി പിഴച്ച് പ്രസവിച്ചത് എന്നുള്ള ഒരു മറുപടി എന്ന് പറയും. ബാലേന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നെ 22 വർഷം മുഴുവൻ എന്നെ ചതിച്ചിട്ട് അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അവൾ എൻ്റെ കൂടെ ഒരു കൂസലില്ലാതെ ജീവിച്ചില്ലേ? അവൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അത് അവളുടെ വാക്കിലും നോട്ടത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അവൾക്ക് ഒരു അഹങ്കാരവും ഇല്ല എന്ന് പറയുന്നു നമ്മുടെ മാലതി ഏട്ടത്തി. അവൾ ബാലേന്ദ്രനെ ചതിച്ചു എന്നുള്ളൊരു മാനസികാവസ്ഥ കൊണ്ടാണ് ഈ 22 വർഷം അവൾ ജീവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവൾ സ്നേഹം പ്രകടിപ്പിക്കാത്തത്. അവൾക്ക് സ്നേഹിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അവളുടെ സ്നേഹം ഉള്ളിലുള്ളവൾക്ക് പുറത്ത് കാണിക്കാൻ അറിയില്ല. അത് അവൾ അങ്ങനെ ആയതാണ്. അവൾ അങ്ങനെ ആക്കിയതാണെന്നും വേണമെങ്കിൽ പറയാം അവളുടെ സാഹചര്യം. അവൾ മറ്റൊരാളെ സ്നേഹിക്കാനുണ്ടായ കാരണവും ആഗ്രഹയിലേ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്ക് അവളുടെ വീട്ടുകാരെ, അതായത് ഞാൻ ബാലചന്ദ്രനെ പോലെ വന്നു കയറിയ മരുമോളാണ്. എനിക്ക് അവരെ വീട്ടിലുള്ളവരെ വെള്ള പൂശേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറയുന്നേ, അവൾ ഒരു പുരുഷനെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞതാണ്. അവൾക്കൊരു ജീവിതവും വേണ്ട എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ്റെ ആലോചന വന്നപ്പോൾ സമ്മതിച്ചത് അതുകൊണ്ടാണ്. അവൾ ആരെയും ചതിക്കാൻ തയ്യാറല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയും, എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ അവളോട് ക്ഷമിക്കില്ല, രാവുണ്ണിമേനോട് ക്ഷമിക്കില്ല, കുഞ്ഞിരാമമേനോട് ക്ഷമിക്കില്ല, നിങ്ങളുടെ ഭർത്താവ് ഗംഗാധരനോട് ക്ഷമിക്കില്ല എന്ന് പറയും. ഗംഗാധരൻ അപ്പോഴത്തേക്കും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഗംഗാധരനെ കാണുമ്പോഴാണ് കൂടുതൽ ബാലചന്ദ്രന് വയലൻ്റ് ആവുന്നത്. അതിനുശേഷം ഗംഗേട്ടൻ്റെ ഫോണിലേക്ക് ഈ വൈജയന്തി വിളിക്കുന്നത്. വൈജയന്തിയുടെ ഫോണിലേക്ക് ഗംഗേനെ വിളിക്കുന്നത്. നീ മാലതിനെ വിളിച്ചിരുന്നോ വൈജയെന്ന് ചോദിക്കും. ബാലേന്ദ്രൻ വിളിച്ചോ എന്ന് ചോദിച്ചിട്ടാണല്ലോ വിളിച്ചത്. അതിനെന്താ കാരണം? അത് ഗംഗേട്ടാ, ഞാൻ വെറുതെ വിളിച്ചാണ്. വെറുതെയോ? അതിനെന്തിനാ മാലതിയുടെ ഫോണിലേക്ക് വിളിക്കണേ? എൻ്റെ ഫോണിലേക്കല്ലേ വിളിക്കേണ്ടത്. അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്നെയല്ലേ ബാലേന്ദ്രൻ വിളിക്കുള്ളൂ എന്ന് പറയും. ഞാൻ അങ്ങനെ ചോദിച്ചു പോയി പെട്ടെന്ന് എന്ന് പറയും. എന്താ അവിടെ ഉണ്ടായേ? നീ സംഭവിച്ച കാര്യങ്ങൾ പറ വൈജയെന്ന് പറയും. നീ മറച്ചു വയ്ക്കാതെ, കെടുന്നുരുളാതെ സത്യങ്ങൾ പറയാൻ പറയും. അപ്പോൾ പറയും, എനിക്കറിയില്ല, ബാലേന്ദ്രനെ കാണാനില്ല, അത്ര അറിയുള്ളൂ. എന്നിട്ട് എപ്പോന്ന് പറയും, ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഇവിടുന്ന് പോയാണ്. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം കേട്ടാ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് നിന്നോട് പറയാണ്ട് പോയതെന്ന് പറയും. 22 വർഷത്തിനുള്ളിൽ എന്നോട് പറയാണ്ട് ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ഇത് ആദ്യത്തെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മാലതിയേട്ടത്തിനെ വിളിച്ചത്. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയും. വിളിക്കേണ്ട, ബാലേന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. ആണോ? ആ, സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യും, അയാൾ എന്തായാലും വരും, നീ സമാധാനപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. പിന്നെ വീണ്ടും കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെ കിടന്ന് കണ്ണടച്ച് കിടക്കണ്. അപ്പോൾ മാലതിക്ക് ഇങ്ങനെ വിളിക്കണമെന്നുണ്ട്. അങ്ങനെ മാലതി വീണ്ടും ബാലേന്ദ്ര എന്ന് വിളിക്കും. അപ്പോൾ കണ്ണ് ഉറക്കും. എന്ത് പറയുന്നു ബാലേന്ദ്രനോട് ഞാൻ പറഞ്ഞില്ലേ, ബാലേന്ദ്രൻ ആരും ചതിച്ചതൊന്നുമല്ല. ആ കുഞ്ഞ് പോലും ജീവിച്ചില്ല. 22 വർഷമായില്ലേ, പിന്നെ എന്തിനാ അതൊക്കെ ആലോചിക്കണേന്നറിയാം. ആര് പറഞ്ഞു? 22 വർഷങ്ങൾക്ക് മുന്നേ പ്രസവിച്ച ആ പെൺകുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റ് ചോദിക്കും. ഇല്ല എന്നാണ് രാവുണ്ണി മേനോൻ പറഞ്ഞത്. എന്തുറപ്പുണ്ടെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് അത്രയല്ലേ അറിയുള്ളൂ. അവരുടെ പറഞ്ഞ ആൾക്കാരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അച്ഛനും ഓർഫനേജിലാക്കിയെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ അറിഞ്ഞിട്ടുള്ളത് മരിച്ചു എന്നാണ്. ഗംഗേട്ടന് പോലും അതിൽ കൂടുതലൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ രാവുണ്ണി മേനോനും കുഞ്ഞുരാമ മേനോനും നോണ പറയുന്നതാണെന്ന് പറയും. ബാലൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ പലതും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയും. വ്യക്തമായിട്ട് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. ഇപ്പോൾ ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. ഇല്ല, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല എന്നല്ലേ പറയണേന്ന് പറയും. അതിനുശേഷം പറയും, നിങ്ങളെ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ
ഭർത്താവിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായോ, എനിക്ക് പോകണം, എനിക്ക് അയാളോട് സംസാരിക്കണം, എന്നിട്ട് വേണം എനിക്ക് പോകാൻ എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ ഒച്ചയെടുത്തപ്പോൾ മാലതി പോയി ഗംഗേട്ടനെ വിളിക്കാൻ പോകുന്നുണ്ട്. എന്തായി ബാലചന്ദ്രൻ, അയാൾ സമാധാനപ്പെട്ടോ? എവിടെ നിന്ന് പച്ചയ്ക്ക് നിന്ന് കത്തുന്നത്, ഒരു കണക്കിന് പാവം തോന്നും. നിങ്ങളെ വിളിക്കുന്നുണ്ട്, വൈജ വിളിച്ചിരുന്നു എന്നറിയും. എന്ത് പറഞ്ഞു? അവള് ബാലേന്ദ്രൻ എവിടെയെന്ന് അറിയില്ല, ആ വിഷമത്തിലാണ്, അവിടെ ഒരു പ്രശ്നങ്ങളില്ല എന്നാണ് പറയണത്. പിന്നെ ആരിതൊക്കെ പറഞ്ഞ് എങ്ങനെ അറിഞ്ഞ്? എന്തായാലും വൈജ പ്രസവിച്ചതൊരു പെൺകുഞ്ഞാണെന്ന് വരെ അയാൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടും എനിക്ക് തോന്നുന്നു രാവുണ്ണി അങ്കിളുടെ റിലേഷനിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാവും. നീ എന്തേ പറയുന്നവർക്ക് 2 മക്കളുള്ളൂ, 2 വിദേശത്താണ്, പിന്നെ ആര് പറയാനാണെന്ന് പറയും. എന്തായാലും സത്യമായിട്ട് തന്നെ എല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്നും മൂടി വയ്ക്കാനും കഴിയില്ല, അയാളെ സമാധാനിപ്പിക്കാനും കഴിയില്ല. എന്ത് ചെയ്യണം, ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല എന്ന് ഗംഗാധരനും പറയുന്നു. അപ്പോൾ അതുമാത്രമോ, ആ കുഞ്ഞിനെ ഓർഫനേജിലാക്കി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ നമ്മളോട് ക്ഷമിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മാലതി. അതെ, അവൾ നമ്മളെടുത്തേക്ക് യുദ്ധത്തിനും വരും എന്ന് പറയും. പിന്നെ ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ ആ കുഞ്ഞ് മരിച്ചോ, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയും. മരിച്ചെന്നല്ലേ പറഞ്ഞത്, 2 വർഷം മാത്രമല്ലേ ജീവിച്ചുള്ളൂ എന്നല്ലേ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും. ഇനി മരിച്ചിട്ടില്ലെങ്കിലോ എന്ന് പറയും. എങ്കിൽ ആ കുഞ്ഞ് എവിടെ, ഏത് ഓർഫനേജിലാണ് എന്നൊന്നും നമുക്കറിയില്ല, തെളിയിക്കാനും കഴിയില്ല എന്ന് പറയുന്നു. എന്തായാലും കമലല്ല, നമ്മുടെ ഗംഗേട്ടൻ്റെ ഭാര്യ മാലതേട്ടി പറയുന്നു. എന്തായാലും വൈജയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ പേടിയുണ്ട്. ബാലേന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞാൽ വൈജ ഇനി ജീവിച്ചിരിക്കുമാവോ, അത്രയും പോലും അറിയില്ല. എന്തായാലും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് ഒരു നിവർത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭാര്യയും ഭർത്താവും ബാലേന്ദ്രനോട് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നത്തെ ഭാഗം കാണിക്കുന്നത് പ്രൊമോയിൽ ബാലചന്ദ്രൻ വല്ലാതെ വിഷമിച്ച് മാലതിയെടുത്തി ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ മാലതിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു വൈജയന്റിനെ വിളിച്ചിട്ട്, ആൻറ്റിക്ക് അഭിമാനമാണ് വലുതെന്നുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കേണ്ട, ആൻറ്റിക്ക് ഭർത്താവാണ് വലുതെന്നുണ്ടെങ്കിൽ അങ്കിളിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൽ അറിയിക്കുമെന്ന് പറയും. അപ്പോൾ വൈജയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേസമയം തന്നെ നമ്മുടെ മാലതി അതുപോലെ തന്നെ ഗംഗേട്ടനും പറയുന്നുണ്ട്, കുഞ്ഞിനെ നമ്മൾ ഓർഫനേജിലാക്കി അവളെ ചതിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ജീവിച്ചിരിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യൽ നമ്മളെത്തിക്ക് വരും യുദ്ധത്തിന്, നീ നോക്കിക്കോ. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൊന്നുമില്ല, ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ബാലചന്ദ്രനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് നാട്ടിലേക്ക് അയക്കാൻ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാലതിയേടത്തിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.